തൊടിയൂർ ഗ്രാമീണ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ഗ്രാമീണ മറ്റ് 6 വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ എസ് കലേലി ഭാഗം ഉദ്ഘാടനം ചെയ്തു. എന്താ പറയുന്നത്, പലപ്പോഴും വിഷമിച്ചിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ തലമുറയ്ക്ക് തൊട്ട് മുകളിലുള്ളവർ ഉൾപ്പെടെയുണ്ട്. വേദനയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് സുഖമുള്ള ജീവിതം ഉണ്ടാകുന്നത്. ആ വേദന പതുക്കെ പതുക്കെ കുറഞ്ഞ് ഒരു സുഖാനുഭൂതിയിലേക്ക് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന ആ സുഖം സ്വർഗീയ സുഖമാണ്. അതില്ലാതായി പോകുന്നതാണ് നമ്മുടെ പുതിയ തലമുറ. പലപ്പോഴും നമ്മൾ എത്രയൊക്കെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോഴെങ്കിലും എവിടെയൊക്കെയോ വെച്ച് അവർ ട്വിസ്റ്റ് ചെയ്തു വഴിതിരിഞ്ഞ് പോകുന്നു. അത് അവരുടെ മാത്രം കുറ്റമായി ഒരിക്കലും ഞാൻ കാണുന്നില്ല. കാരണം നാം ജീവിച്ചു വന്ന ജീവിത സാഹചര്യമല്ല ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പണ്ട് ഫുട്ബോൾ മത്സരം എന്ന് പറയുമ്പോൾ തന്നെ അത് നടത്തണമെങ്കിൽ എത്രയോ ദിവസത്തെ എത്രയോ ആളുകളുടെ സംഘാടകരുടെ അധ്വാനം ഉണ്ടാകണം എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. സീരിയൽ താരം അനിൽ മത്തായി മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമീണ ഗ്രന്ഥശാല രക്ഷാധികാരി രാമചന്ദ്രൻ തിരുമുഖത്ത്, സെക്രട്ടറി കെ സാജൻ, ജോയിന്റ് സെക്രട്ടറി അനു ചോതിവിള, ആർ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. കലാസാഹിത്യ മത്സര ജേതാക്കൾക്ക് സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു. ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷേക്സ്പിയറിനെ സംബന്ധിച്ചാണ്. പക്ഷേ ഷേക്സ്പിയർ പോലും താൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന സാഹിത്യ മേഖലയിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് ഒരു കവിത എഴുതാൻ പോയപ്പോൾ അദ്ദേഹം ധാരാളം വിമർശനങ്ങൾ ഏറ്റു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സിനിമയ്ക്കല്ല 2 സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ട് പോലും MD വാസുദേവൻ നായരെ ആരും വിമർശിച്ചില്ല. അതായത് സാഹിത്യത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് തലവും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അതുല്യ പ്രതിഭയായിരുന്നു MD വാസുദേവൻ നായർ എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.